ഓം ശ്രീ ഗണേശാചാരദാ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയം ഒരു നിഴനാരായണീയം, ദശകം 22, അജാമിളോപാഖ്യാനം. അജാമിളനെന്ന ദ്വിജൻ അച്ഛൻ തൻ്റെ വാക്കു കേട്ടു. വാനത്തിൽ പോയി ഹോമദ്രവ്യം ശേഖരിക്കാനായി. മതം കൊണ്ടു മതി കെട്ട മാതകസ്വരൂപിയായ മഹിളയെ കാനനത്തിൽ കണ്ടെത്തിയല്ലോ. സ്വദേവേ പ്രശാന്തനെന്നാൽ ദാസിയാൽ വശീകൃതനായി സ്വന്തം ധർമ്മം അജാമിളൻ കൈവിട്ടുവല്ലോ. ജരാനര ബാധിച്ചപ്പോൾ അവിടുത്തെ നാമമുള്ള തനയനിൽ ഏറെ പ്രിയമുള്ളവനായി. മരണസമയമായി അജാമിളൻ തൻ്റെ മുന്നിൽ മഹാഭയങ്കര കാല രൂപന്മാരെത്തി. ഭഗവത് സാരണയുടെ വാസന ബലത്താൽ ദ്വിജൻ നാരായണനാകും തനയനെ വിളിച്ചു. ദുഷ്ടനാണെങ്കിലും തൻ്റെ നാവിൽ നിന്നും പുറപ്പെട്ട നാരായണ നാമത്തിൻ്റെ മഹാത്മ്യത്താലേ നാലു കൈയും മഞ്ഞപ്പട്ടും മനോഹര രൂപവുമായി നാരായണ പാർഷദന്മാർ പ്രത്യക്ഷപ്പെട്ടു. അജാമിള ബ്രാഹ്മണനെ കയറിട്ടു വലിക്കുന്ന യമദൂതന്മാരെ ഇവർ തടഞ്ഞ നേരം അവൻ ചെയ്ത പാപങ്ങളെ മുഴുവനും അറിയിച്ചു വിഷ്ണുപാദന്മാരോടു യമദൂതന്മാർ. പാപം ചെയ്തവനെങ്കിലും പ്രായശ്ചിത്തം ചെയ്താൽ പോരെ, അറിവുള്ളവരെ നിങ്ങൾ ചൊല്ലുക വേഗം. പ്രായശ്ചിത്തം എന്താണെന്ന് അറിയാതെ വന്നിടുമോ ഭഗവാനെ തവ ദൂതർ ഇങ്ങനെ ചൊല്ലി. ശ്രുതി സ്മൃതി വിധികളാൽ വ്രതങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ പാപം തീരും, വാസനകൾ നശിക്കുന്നില്ല. ഭഗവാനെ സേവിച്ചാലോ ഇവ രണ്ടും നശിക്കുന്നു. ഭഗവാനെ തവ ദൂതർ ഇങ്ങനെ ചൊല്ലി. 1000 കോടി ജന്മങ്ങൾ ചെയ്തു പോയ പാപങ്ങൾക്കും അജാമിളനറിയാതെ പ്രായശ്ചിത്തമായി ഹരിനാമ കീർത്തനത്താൽ ശുദ്ധനായി തീർന്നു ഇവൻ. ഭഗവാനെ തവ ദൂതർ ഇങ്ങനെ ചൊല്ലി. അറിയാതെയുള്ള നാമജപം പോലും പാപജാലം നശിപ്പിക്കും മരുന്നു രോഗത്തെ പോലെ. തീയാൽ വിറകും നാശിക്കും നാമജപം പാപഹരം. ഭഗവാനെ തവ ദൂതർ ഇങ്ങനെ ചൊല്ലി. ഭഗവത് പാർഷദന്മാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ യമഭടന്മാരും ഉടൻ തന്നെ മടങ്ങിപ്പോയി. ഭഗവത് ഭജനത്തോടെ ജീവിച്ചൊരാജാമീളനെ ഭവൽഭടർ വൈകുണ്ഠത്തിൽ എത്തിച്ചുവല്ലോ. കിങ്കരന്മാർ കഥയെല്ലാം ചൊല്ലിയ നേരത്തു യമൻ ഭക്തന്മാരുടെ അടുത്ത് പോകേണ്ട എന്ന് ദൂതന്മാർക്കു കർശനമം നിർദ്ദേശവും നൽകിയല്ലോ. ഭക്തപൂജ്യനാകും ദേവാ രക്ഷിച്ചിടേണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.